വടകര നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി ഗുണഭോക്താക്കളായ 6 പേർക്ക് മുച്ചക്രവാഹനം വിതരണം ചെയ്തു. ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ പല കാരണങ്ങളാൽ ബുദ്ധിമുട്ടിലായ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിൽ എത്തിക്കാനായി വടകര നഗരസഭ ഒട്ടേറെ പദ്ധതികൾ ഇതിനകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. പരാശ്രയമില്ലാതെ അവർ ആഗ്രഹിക്കുന്നിടങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മുച്ചക്ര വാഹന വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KP ബിന്ദു നിർവഹിച്ചു. സ്പെഷ്യൽ വാർഡ് സഭ വഴി അപേക്ഷ കിട്ടി അർഹതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് നമുക്ക് 2024-25 പദ്ധതിയിൽ 4 ഗുണഭോക്താക്കളും ആ ലിസ്റ്റിൽ നമുക്ക് സ്പെഷ്യൽ വാർഡ് സഭ വഴി വന്ന ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന 2 പേര്. ആ 2 പേർക്ക് നമ്മൾ കഴിഞ്ഞ പദ്ധതി കാലഘട്ടത്തിൽ ഇതുപോലെയുള്ളൊരു വേദിയിൽ വെച്ച് വാഹനം കൈമാറിയതിന് ശേഷം അതിനെ ചില സാങ്കേതിക പ്രയാസങ്ങൾ കാരണം ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ആ വാഹനം നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം മറ്റാവശ്യം എന്നുള്ള രീതിയിലേക്ക് അടുത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ട 2 ആളുകൾക്ക് കൂടെ ഈ വേദിയിൽ വെച്ച് വാഹനം കൈമാറുമ്പോൾ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് 6 ആളുകൾക്കാണ് നമ്മൾ ഇത്തരത്തിലേക്കുള്ള ഒരു സഹായം നഗരസഭയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. നമുക്കറിയാം സ്പെഷ്യൽ വാർഡ് സഭ വഴി നമ്മൾ ഒട്ടനവധിയായ വിഷയങ്ങൾ ഈ ഭിന്നശേഷി ഗുണഭോക്താക്കൾ നഗരസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെ തന്നെ ഒന്നും തന്നെ പാഴായി പോകാത്ത വിധത്തിൽ നിങ്ങൾക്ക് തരാനുള്ളത് കൃത്യമായ വേളയിൽ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നല്ലൊരു ആത്മാർത്ഥമായ പരിശ്രമം നിർവഹണ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും നിങ്ങളെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനം തന്നെയാണുള്ളത്. അതിലുപരിയായിട്ട് നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഇത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രാദേശിക സർക്കാർ എന്നുള്ള രീതിയിലേക്ക് നമ്മളെപ്പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു നൽകുമ്പോൾ അത് ഒട്ടും തന്നെ പാഴായി പോകാത്ത വിധത്തിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വാർഡ് സഭകൾ വഴിയാണ് നമ്മൾ അപേക്ഷകരെയും അതുപോലെ തന്നെ ആ അപേക്ഷ പ്രകാരം അർഹത നോക്കി മാനദണ്ഡ പ്രകാരം ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വാർഡ് സഭ അപേക്ഷാ ഫോം വീട് വീടാന്തരം ജനപ്രതിനിധികൾ മുഖാന്തരവും അവർ ഏർപ്പെടുത്തുന്ന മറ്റ് സംവിധാനങ്ങൾ വഴിയും നിങ്ങളെ വീടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് വെറുതെ ഒരു കടലാസ് എന്നുള്ള രൂപത്തിൽ കാണാതെ കൃത്യമായിട്ടത് പൂരിപ്പിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്തേക്ക് ഒന്നും തന്നെ നിങ്ങൾക്കുള്ള അവസരങ്ങളൊന്നും തന്നെ പാഴായി പോകാത്ത രീതിയിലേക്ക് നിങ്ങൾക്കുള്ള എല്ലാ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു പ്രേമൻ സ്വാഗതവും കൗൺസിൽ പാർട്ടി ലീഡർമാരായ NK പ്രഭാകരൻ, KK വനജ, നഗരസഭാ സെക്രട്ടറി NK ഹരീഷ് എന്നിവർ ആശംസയും അർപ്പിച്ചു. ചടങ്ങിന് ICDS സൂപ്പർവൈസർ ജാസ്മിൻ നന്ദി പറഞ്ഞു.